ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ശേഷം എന്തെല്ലാം സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. പലർക്കും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്കോ അല്ലെങ്കിൽ ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് വരെയോ ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്നാണ് നമുക്ക് നോക്കാം. കാരണം കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ആദ്യത്തേത് മാർക്കറ്റ് സിറ്റുവേഷനിലെ പാനിക് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ പാനിക് ആകാതെ നമ്മൾ കൺസിസ്റ്റന്റോടെ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ സാധാരണയാണ്. ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു മാർക്കറ്റില് നമ്മൾ ചെറിയ എമൗണ്ട് ആയിപ്പോലും അല്ലെങ്കിൽ വരുമാനത്തിൽ ചെറിയൊരു എമൗണ്ട് ആയിപ്പോലും കൺസിസ്റ്റൻസോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ബിഗ് എമൗണ്ട് കൊണ്ടല്ല, കൺസിസ്റ്റൻസോടെ ചെറിയൊരു എമൗണ്ട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. മൂന്നാമത്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്യുക. ഒരു വർഷം ശേഷമെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിവ്യൂ ചെയ്യുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഫണ്ടിന്റെ പെർഫോമൻസും അതോടൊപ്പം തന്നെ ഒരു ഗോൾഡ് പ്രോഗ്രസ്സും അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബാലൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നാലാമത്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും നമ്മൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, അതിന് നമ്മുടെ വരുമാനം അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഓഫ് SIP സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലോങ് ടേമില് വെൽത്ത് വേഗത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തത് അവോയ്ഡ് കോമൺ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അത് ഷോർട്ട് ടേമില് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരു ന്യൂസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടോ മാർക്കറ്റില് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് നമ്മൾ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ബയോ സെല്ലോ ചെയ്യാതിരിക്കുക. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ലോങ് ടേമിലേക്ക് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലമാണ് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.